ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ്. ഞാൻ ഷെമീസ്. ഇന്ന് വന്നത് ഡെയിലി വെയർ പാന്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു നാളെ നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ ഡെയിലി വെയർ ആണ്, ലേഡീസിന്റെ ഗേൾസിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗേൾസ് ലേഡീസ് എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സിന് മേലൊക്കെ നിങ്ങൾ കൂട്ടിക്കോളി. അപ്പം ആ ഏജ് ബാക്കി നിങ്ങൾ നോക്കുക, ഓരോരുത്തർ ശരീരപ്രകൃതി പോലെയാണ്. പക്ഷെ എന്റെ ഒരു സൈസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 വയസ്സിന് മേലുള്ള പെൺകുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയ പാന്റാണ് ഞാൻ കാണിച്ചിരുന്നത്. ഡബിൾഎക്സലിനും 3XL ഒക്കെ അതും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഡബിൾഎക്സലിന്റെ അത്രക്ക് വീതിയൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് അത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചാണല്ലേ, പക്ഷെ കാണിക്കാത്തതും ഈ വീഡിയോയിലുണ്ട്. കാണിച്ചതിന്റെ ബാലൻസും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അപ്പൊ നമുക്ക് ജസ്റ്റ് പാന്റ് കാണാൻ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചത് തന്നെയാണ് ഇങ്ങനത്തെ പാന്റ്. ഇത് വന്നിട്ട് ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ നല്ല സർപ്ലസിൽ വരുന്ന നല്ല ക്ലോത്ത് ആണ് കേട്ടോ, നല്ല സ്മൂത്ത് ക്ലോത്ത് ആണ്. വന്നിട്ട് ഇതിന്മേൽ എക്സൽ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. പക്ഷെ എക്സൽ ആണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ള എക്സൽ എന്നാണ്. അപ്പൊ എക്സലിന്റെ അത്ര വീതി ഉണ്ടോ വെച്ചാൽ വലിയൊക്കെ ചെയ്യും, എന്നാലും പിന്നെ കുഴപ്പമില്ല. അധികം അല്ലാതെ വണ്ണുള്ളവർക്ക് പറ്റില്ല. ഇതിന്റെ ലെങ്ത് വന്നിട്ട് 36 ഉണ്ട് കേട്ടോ. നമ്മൾ വേണമെന്നും കൂടി കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നിട്ട് 36 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം 15 വയസ്സിന് മേലേന്ന് താത്ത പറഞ്ഞാലും ബാക്കി നിങ്ങൾ ചിന്തിക്കുക. ഓവർ തടി എക്സൽ എന്ന് വെച്ചിട്ട് ഓവർ തടി വിചാരിക്കുന്നത് അത്രേ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് എത്ര വരുന്നത്? 36 ലെങ്ത്തിൽ വരുന്നത്. ഇതിന് ഓരോ കളേഴ്സ് കാണിച്ചു നമ്മളെ. അപ്പൊ എത്ര പീസ് ഉണ്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാനൊന്ന് റേറ്റ് പറഞ്ഞ 120 രൂപയാണ്. ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. കളർ കണ്ടല്ലോ നിങ്ങള്, നല്ല കളർ 3. അടുത്ത കളർ ഇത്. ഓരോ കളേഴ്സും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇന്ന് ഞാൻ റേറ്റ് ഒന്നും കൂടി കറക്റ്റ് ആക്കി പറയാണ്. ഇനി അന്ന് പറഞ്ഞത് വേറെ, ഇന്ന് പറഞ്ഞ വേറെ ഒന്നും പറയണ്ട. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനിടുന്ന റേറ്റ് 120 രൂപ തന്നെയാണ് സിംഗിളിന്റെ റേറ്റ് വരുന്നത്. 6 എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നിന് 100 രൂപ വെച്ചിട്ട് എടുക്കട്ടോ. 6 എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നിന് 100 രൂപ വെച്ചിട്ട് എടുക്കാം. ഇത് വേറെ കളറ് 36 ലെങ്ത് ആണ് വരുന്നത്. അത്യാവശ്യം വരിയില്ല എന്നല്ല പറഞ്ഞ, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ്. എത്ര പീസ് ഉണ്ടെന്ന് എണ്ണിക്ക മോളെ. ഇതിൽ കാണുമ്പോ മെറൂണ് പോലെ ഉണ്ടോ? അങ്ങനെയല്ല, ഇതൊരു വേറെ സൈസ് മെറൂണാണ്. ഓക്കെ, ഈ കാണിക്കുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡെയിലി യൂസിന് പറ്റിയതാണ്. നമുക്ക് ഇനി നെയ്റ്റിന്റെ അടിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുക. ഓവർ തടി ഉള്ളവർ എടുക്കാഞ്ഞാൽ മതി. പിന്നെ പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ വീട്ടിലൊക്കെ ഇടുന്ന ഇങ്ങനത്തെ പാന്റും ജീൻസും ഇങ്ങനത്തെ പാന്റും എന്തെങ്കിലുമൊക്കെ ഷർട്ടും ഇതൊക്കെ തന്നെയാണ്. ഇതിന് ബോയ്സിനും ഇടട്ടോ, അങ്ങനെ ഗേൾസ് ഓൺലി എന്നൊന്നുമില്ല. പക്ഷെ പറയുമ്പോൾ ഗേൾസ് ആയിട്ടാണ്, എങ്കിലും ഇത് ബോയ്സിനും യൂസ് ആക്കാൻ പറ്റും കേട്ടോ. കഴിഞ്ഞില്ലേ? ഒന്നും കൂടി കാണണേക്ക് എണ്ണണോ? 1 2 3 4 5 6 7 8 9 ഇതെല്ലാം രസമുണ്ട്. 10 11 12 13 14 15. അപ്പൊ എക്സല് 36 ലെങ്ത്തില് 15 പെയിന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എക്സല് 36 ലെങ്ത്തില് 15 പെയിന്റ് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ്. 120 രൂപയാണ് സിംഗിളിന് വരുന്നത്. അല്ലാതെ നമ്മൾ 6 പീസ് എടുക്കുകയാണെങ്കിൽ 100 രൂപ വെച്ചിട്ട് ഞാൻ തരും കേട്ടോ. ഷിപ്പിംഗ് ചാർജ് വന്നിട്ട് ഒരു പെയിന്റിനാണെങ്കിലും 50 രൂപ, നിങ്ങൾക്ക് 2 പെയിന്റിനാണെങ്കിലും 50 രൂപ കേട്ടോ. പിന്നെ ഓരോ പീസ് എക്സ്ട്രാ വരുന്നതിന് 10 രൂപ വെച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇന്നലെ ഞങ്ങൾ കൊറിയർ ഓഫീസിൽ പോയതും ഇപ്പൊ അത്യാവശ്യം ഷിപ്പ് ചാർജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ കൊറിയർ ചാർജ്. CC എന്ന് ചില ആൾക്കാർ പറയും, ഷിപ്പ് ചാർജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇതിന്റെ ഡബിൾഎക്സൽ ഒന്ന് കാണിച്ചു തരാം. കേട്ടോ. ഇന്ന് ഞങ്ങള് വേറെ സ്ഥലത്താണല്ലേ, വേറെ എവിടെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ്. മേലെ മുമ്പിൽ സിറ്റ് ഔട്ടിലാണ്. ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച സ്ഥലം മൊത്തം വെളിച്ചടിക്കണ്ടേ. ഇനി ഡബിൾഎക്സൽ അല്ലേ? 3. ഓക്കെ, ഇനിയുള്ള 3 ആണ് എന്നാണ് മോള് പറയുന്നത്. ഡബിൾഎക്സൽ ഇല്ല അമ്മാണ്. പക്ഷെ 3 എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ കാണിച്ച എക്സൽ അല്ലേ? ഓക്കെ. പക്ഷെ അതൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. എത്ര ലെങ്ത്? ഇത് 39 ലെങ്ത് ഉണ്ട്, അത് 36 ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ മോള് പറയുന്നു ഉമ്മ നല്ല വ്യത്യാസമുണ്ട്, ഇത് 39 ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ട്.
ഇന്നെ കാണുന്നില്ല അവർക്ക്. കണ്ട മക്കളെ, താത്താക്കതേ താത്താക്ക് 36-37 ലെങ്ത് ഒക്കെ മതി കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് 39 ലെങ്ത് ഉണ്ട്. ഇതുണ്ടില്ലേ, നല്ല അത്യാവശ്യം വലിയൊക്കെ ചെയ്തിട്ടത്. ഇത് 3XL എന്നാണ് എഴുതിയത്. പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ പറയാതെ ലെങ്ത് കറക്റ്റ് പറഞ്ഞ് നിങ്ങോട്ട് തരികയാണ് കേട്ടോ. അപ്പൊ 1 എന്താ മോളെ, ഇത് 2 3 4 5 6 7. അപ്പൊ അയ്യോ, ഇവർക്ക് കറക്റ്റ് കളർ കാണിച്ചു കൊടുത്തില്ല കേട്ടോ. 8 9 പാന്റ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് എത്ര പാന്റ് ഉണ്ട്? 9. നേരെ ഇതെന്താ റിവേഴ്സ് ആയിപ്പോയി. സാധാരണ നമ്മൾ ഓരോന്ന് കാണിച്ചിട്ടായിരുന്നു എണ്ണത്ത്. ഇത് കുറച്ച് റിവേഴ്സ് ആയിപ്പോയി. അപ്പൊ 9 പാന്റ് ഉണ്ട്. ഇത് റെഡ് ആണ് കേട്ടോ. അതിൽ കാണുമ്പോൾ ഒരു മജന്ത റോസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. റെഡ് ആണ്. എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല, മിക്കവാറും. അപ്പം ഇത്രയും പാന്റ് ഉണ്ട്. ഇനി വന്നിട്ട് ഡെയിലി വെയർ തന്നെ പെൺകുട്ടികളതാണ് കേട്ടോ കാണിച്ചതൊക്കെ. 3/4 വരുന്നതൊക്കെയാണ്. ഫുൾ ലെങ്ത് ഒന്നും നോക്കാൻ പറ്റില്ല. എങ്കിൽ ആവറേജ് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കാണാം. അപ്പൊ ഇതാ 100 രൂപേന്റെ പാന്റ് ആണ്. ഷിപ്പിംഗ് ചാർജ് 50 രൂപ. 2 എണ്ണം വരെ 50 രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് മറ്റേ പെയിന്റ് ആയിട്ട് മോളെ 36ന്റെ തട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് തരേണ്ട കാര്യമില്ല. എന്നാലും എന്താ പറയാ, ഇതിന് നമ്മൾ ഇങ്ങനത്തെ കറക്റ്റ് സൈസ് കിട്ടില്ല. എന്നാലും കുറച്ച് വലിയത് 15 വയസ്സായ പെൺകുട്ടിയൊക്കെ ഇടാം അല്ലേ. ഇത് നമ്മൾ നേരത്തെ 36ന്റെ പാന്റ് ആണ് കേട്ടോ. 36. അപ്പൊ ഇതൊരു 32 ഒക്കെ ഉണ്ടാവും. 32 ലെങ്ത് ഉണ്ടാവും. ഏകദേശം ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ ഇത് വന്നിട്ട് 100 രൂപേന്റെ ഒരു പാന്റ് ആണ് കേട്ടോ. ഇനി വന്നിട്ട് വേറെ കാണിച്ചിട്ട് സൈഡിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. നാടി ഇതിന്റെ സൈഡിലൊക്കെ പോക്കറ്റ് ഉണ്ട്. ആശം പോയി എടുത്തു കൊണ്ടെന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പൊ കാണുന്ന പോലെ സംസാരിക്കുന്നത് കേട്ടോ. അത് അവിടെയൊക്കെ പോക്കറ്റ് ഒക്കെ ഉണ്ട്. ആശാനെ മനസ്സിലായോ? ഗഫൂർ മൈ ഹസ്ബൻഡ്. അപ്പോ ഡെയിലി വെയർ ഒക്കെ നമുക്ക് ഇനി ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് കരുതി ജസ്റ്റ് എടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ. അതങ്ങനെ 2 പോക്കറ്റ് ഒക്കെ ഇട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ. അപ്പൊ ഇത് 1ാമത്തെ പ്രിന്റ്. ഇത് വന്നിട്ട് വേറൊരു മോഡലാണേ. 15-16 വയസ്സ്. 12 വയസ്സായ കുട്ടിയെ കൂടാ. അതിന് മേലേക്ക് ഇടുന്നവരിടും. നല്ലൊരു എന്താ പറയാ മൾട്ടി കളേഴ്സിൽ വരുന്ന ഒരു പാന്റ് ആണ്. ഇത് പുറത്തേക്ക് യൂസ് ചെയ്യട്ടോ. കാരണം നല്ലൊരു ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യുക. ഇതിന്റെ സൈഡൊക്കെ കണ്ടെങ്കിൽ ഒരു മോഡലാണ്. എനിക്ക് തന്നെ മുട്ടിന് താഴെ നിന്നിട്ടാണ് ഇതിന്റെ വെട്ടൊക്കെ വരുന്നത്. അപ്പൊ എല്ലാ പെൺകുട്ടികൾക്കൊക്കെ ഇടാം. ഇത് 36 താഴെയുള്ള പാന്റ് കേട്ടോ. ഏലത്തിന്റെ റേറ്റ് വന്നിട്ട് 100 രൂപ. ഇതിന് പോക്കറ്റ് ഉണ്ടോ? ഉണ്ട്, പോക്കറ്റ് ഒക്കെ ഉണ്ട്. നല്ല ടീഷർട്ടൊക്കെ ഇട്ടിട്ടേ പുറത്തേക്കൊക്കെ നല്ല രീതിയിൽ പോകുമ്പോൾ ഇടാൻ പറ്റും. നല്ല തുണിയാണ്. ഇനി വേറെ കാണിക്കുമ്പോൾ അപ്പൊ ഇത് 2. ഇത് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ സെയിം ക്ലോത്തിലാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, ഇത് 100 രൂപ. ഇതേപോലെ സൈഡ് അങ്ങനെ പോക്കറ്റ് ഒക്കെ ഉണ്ട്. പ്രിന്റ് കണ്ടില്ലേ? ഒരു 32 ഒക്കെ ഉണ്ടാവും കേട്ടോ. 32 അല്ല, അതിൽ കൂടുതൽ ഉണ്ടാവും. മറ്റേ താഴെ എന്റെ അടിയിൽ പിടിച്ചത് 36 ലെങ്ത് ഉള്ള പാന്റാണ് നമ്മളെ. ഇത് അതിന്റെ വേറൊരു പ്രിന്റ്. സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട്. ലോക്ക് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ലോക്ക് ഇല്ലാത്ത ഐറ്റം ഒന്നല്ല, ലോക്ക് ചെയ്ത് വരുന്നത് തന്നെയാണ്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് എപ്പോഴെപ്പോഴും എടുത്ത് പറയുന്നില്ല. ബാക്കിൽ പിടിക്കണ 36 ലെങ്ത്തിന്റെ പാന്റ് ആണ്. അപ്പൊ ഏകദേശം നിങ്ങൾ ഊഹിക്കട്ടോ. കണ്ടില്ലേ, ഇതാണ്. ഇനി വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 80 രൂപ കേട്ടോ. കാരണം നമുക്ക് എടുക്കുമ്പോൾ ഒരേ റേറ്റിനാണ് കിട്ടുക. പക്ഷെ ഇത് ചില പീസുകൾ കുറച്ച് ക്വാളിറ്റി കുറവിലും ക്വാളിറ്റി കൂടുതലായിട്ട് മിക്സ് ആക്കിയിട്ട് കിട്ടും ഈ പാന്റ്. അതുകൊണ്ട് ഇത് ഞാൻ ഇത് കൈ പിടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 80 100 കൊടുക്കാൻ പറ്റുന്നത്.
നോക്ക് പറ്റുമോ? ഓള് പറയുന്നത് 100 കൊടുക്കമ്മാന്ന്. വേണ്ട, എനിക്കൊരു സമാധാനമല്ല. 20 റുപ്യ പോയാലും വേണ്ടില്ല. ഇത് 80 രൂപ കേട്ടോ. യൂട്യൂബാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി എനിക്ക് സത്യമായിട്ടും ഡെയിലി ഒരു 50 ഓർഡർ ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ 90% എന്ന് പറഞ്ഞ പോലെ താത്ത നല്ല അഭിപ്രായങ്ങളാണ് എന്നോട് താത്ത വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. പക്ഷെ ആരും യൂട്യൂബിലേക്ക് എത്തുന്നില്ല. കുറെ ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ യൂട്യൂബിൽ പെട്ടെന്ന് നെഗറ്റീവ് കമന്റ് ആയിരിക്കും വരിക. അതായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു കല്ല് വീണ അതായിരിക്കും എല്ലാവരും മുമ്പിലേക്ക് എത്തിപ്പെടുക. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഞാൻ 80 രൂപക്കാണ് കേട്ടോ തരുന്നത്. ഇതിന്റെ 2 സൈഡിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നും അലക്കി കഴിഞ്ഞ ഇതായിരിക്കില്ല ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റുക. കാരണം നല്ലൊരു കോട്ടൺ അല്ലേ, നല്ല വേണ്ടി ഞാൻ വില പറഞ്ഞു 80 രൂപ കേട്ടോ. ബ്ലാക്ക് ആണ്, ബ്ലാക്കിൽ ഗ്രീൻ ആണ്. ഇനി എടുത്തെടുക്കുമ്പോൾ ഇത് 100 രൂപ തന്നെയാണ്. ഉണ്ടല്ലേ സൈഡിൽ 2 പോക്കറ്റ് നല്ല ഭംഗിയുണ്ടല്ലത്. 100 രൂപ. ഓക്കെ, എല്ലാം 30 എബോ ഉണ്ട് ഏതായാലും അല്ലേ ലെങ്ത്. ഇത് ഞാനൊന്ന് ജസ്റ്റ് മോഡൽ കാണിച്ചു തന്നേനു. പിന്നെ ഈ ഒരു പ്രിന്റ് നല്ല സ്റ്റാർ ആണ് വൈറ്റില്. നേരത്തെ അതേ സാധനം 2 സൈഡും പോക്കറ്റ് ഒക്കെ ഉണ്ട്. സ്റ്റാർ ആണ്, ഇട്ടാലും സ്റ്റാർ തന്നെ ആയിരിക്കും. കാരണം നല്ല ഭംഗിയുണ്ട് ഇത് കാണാന്. എത്രയാണ് ലെങ്ത് വരുന്നത്? ഞാൻ പിടിക്കുന്ന മേലെ കറക്റ്റ് ഒന്നല്ല, 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഏകദേശം കേട്ടാ. നമുക്ക് വേറെ കാണാം. ഇത് വേറെ ടൈപ്പ് പാന്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ മിക്സിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ആശാനാണ് പോയി എടുത്തതും. നല്ല നല്ല പാന്റ് കേട്ടോ. ഇതിന് 80 രൂപ എന്നല്ല, 100 രൂപക്ക് തന്നെയാണ്. ഇത് നല്ല കണ്ടോ, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഇത് വന്നിട്ടൊരു 12 വയസ്സിനൊക്കെ അല്ലേ. ബാക്കി നിങ്ങൾ തീരുമാനിക്കാൻ. ലെങ്ത് പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ നിങ്ങള്, ബാക്കിൽ 2 പോക്കറ്റും ഉണ്ട്, മുമ്പിൽ 2 പോക്കറ്റ് ഉണ്ട്. ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ഒരു കൊറിയർ ബോയ് വന്നിട്ടുണ്ട്. അതിനിടെ കൊറിയർ ബോയ് വന്ന് അതിന്റെ വിശേഷം വീഡിയോക്ക് ശേഷം പറയാട്ടോ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ നിൽക്കുക, അല്ലാത്തവർ ഇത് കണ്ടിട്ട് വേഗം പോയിക്കോളി. അപ്പൊ ഇതിന്റെ 100 രൂപ. ഇതിന്റെ ഏജ് ഞാൻ പറഞ്ഞു. ഇതിന്റെ ലെങ്ത് വന്നിട്ട് മോളെ മറ്റേ പെയിന്റോടൊപ്പം എന്റെ കയ്യിൽ നിന്ന് പോയോ? 36ന്റെ പെയിന്റ് പിടിച്ചിട്ടല്ലേ ഈ റെഡ് ഇതല്ലേ 36ന്റെ. ഇത് വെച്ചിട്ട് കാണിച്ചതാ. അപ്പൊ ഇതൊരു 30 ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. നല്ല ഇതുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പാന്റാണ് കേട്ടോ. നല്ല വലിയുന്നുണ്ട്. അപ്പൊ ഇതും 100 രൂപ കേട്ടോ. ഇനി അടുത്ത കാണാം. ഇത് പറഞ്ഞ നല്ലൊരു സെയിം ക്ലോത്ത് കാണുന്നില്ല മോളെ. അപ്പൊ ഈ നേരത്തെ അതേ സാധനം, അതേ ലെങ്ത്, ഫ്രണ്ടിൽ 2 പോക്കറ്റ്, ബാക്കിൽ 2 പോക്കറ്റ് കേട്ടോ. അപ്പൊ രണ്ടെണ്ണത്തിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് 50 രൂപ. പിന്നെ ഓരോ പീസ് എടുക്കുന്നതിനും 10 രൂപ വെച്ചിട്ട് കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. ദയവ് വിചാരിച്ച് ഷിപ്പിംഗ് ചാർജിന് എന്നോട് ഇത് ചോദിച്ച് നിങ്ങൾ വരരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിൽക്കുന്നതൊക്കെ 50ന്റെ 100, 30 ഇങ്ങനത്തെ ഐറ്റംസ്, അല്ലെങ്കിൽ നെയ്റ്റ്, അതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. കുറച്ച് വില കൂടിയ ഐറ്റംസ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. സ്ഥലം ഇങ്ങനെ മാറിയോണ്ട് നിൽക്കുകയാണ്. ഒരു വെളിച്ചത്തിൽ എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ സൂര്യൻ കാക്ക എന്തൊക്കെയോ ആക്കി തരുന്നുണ്ട്. അവിടെ നിന്നപ്പോ അങ്ങോട്ട് വന്നു, ഇവിടെ നിന്നപ്പോ ഇങ്ങോട്ട് വരാവോ വരല്ലേട്ടാ. അപ്പൊ ഇത് 100 രൂപ. വേറെന്തോ കഥ പറയാനല്ലേ ഞാനല്ലേ, ഇത് കഴിഞ്ഞിട്ട് പറയല്ലേ. ആൾക്കാർക്ക് എന്റെ കഥ ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ. അപ്പൊ കഥ അല്ല, അടുത്തായിട്ട് കഥയില്ലാത്ത താത്തയായിട്ട് ഇപ്പൊ നിക്കാം. പിന്നെതാ ഇത് വന്നിട്ട് ഈ ഒരു പെയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പെയിന്റ് കോസ്റ്റ് വന്നിട്ട് 150 രൂപയാണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം അയച്ച് ഇപ്പോ നിനക്കൊക്കെ ഇട്ടൂടെ. പിന്നെ നല്ല കട്ടിയുള്ളൊരു ക്ലോത്താണ്. ഇത് കൈ കിട്ടുമ്പോഴേ അറിയുള്ളൂ, കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിന് വന്നിട്ട്. പിന്നെ ലൈക്ര പോലെയാണ് ഇത്. നല്ല സ്മൂത്ത് ക്ലോത്താണ്. ഇത് ഇവിടെ ഒരു പോക്കറ്റ്, നല്ല ഇതുണ്ട്.
നല്ല സ്മൂത്ത് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ. അതിന്റെ റേറ്റ് വന്നിട്ട് 150 രൂപ, 150 റുപ്പീസ് കേട്ടോ. വീട്ടിലിടാൻ പറ്റിയ പാൻറ്റാണ്. നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ. ഇനി ഇതേ ക്ലോത്തിന്റെ തട്ടുമോളെ. അപ്പോൾ ഇത് വേറെ കാണിച്ചു തരാം. ഇനി ഇത് 100ന്റെ ആണ് കേട്ടോ. ഒരു 80ന്റെ 150 രൂപേന്റെ മാത്രമേ ഇതിൽ എന്താ പറയുക മിക്സർ ഇതായിട്ട് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഇത് വന്നിട്ട് 100 രൂപ തന്നെ ഉള്ളു കേട്ടോ. പ്ലെയിൻ ആണ്, ഒരു പലാസോ പോലെ വരുന്നുണ്ട്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് 36 കൂടുതൽ ഉണ്ടാവും കേട്ടോ. 36 കൂടുതൽ ഇതിന്റെ ലെങ്ത് ഉണ്ടാവും. മറ്റേതും അതുപോലെ തന്നെ കണ്ടോ. ഇതൊരു 40 ലെങ്ത് എന്തെന്നെ ഉണ്ടാവും. 39 ഇതിന് ഓരോ ഇഞ്ച് കൂടും. ഇത് അത്ര ഉണ്ട് കേട്ടോ. ഇത് റോസ് ആണ്, പ്ലെയിൻ ആണ്, നല്ല ക്ലോത്ത് ആണ് കേട്ടോ. ഇനി വന്നിട്ട് 100 രൂപ തന്നെ വേറെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം സാധനം. ബാക്കിൽ പോക്കറ്റ് ഇല്ല, ഫ്രണ്ടിൽ പോക്കറ്റ് ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള തന്നെ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് തന്നെയാണ്. ഇത് കണ്ടില്ലേ. ഇനി അടുത്ത കാണാം. ഇതൊരു ലെഗിൻ മോഡലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് താഴേക്ക് ഇങ്ങനെ ലൂസ് ഉണ്ട്. പലാസോന്റെ ലൂസ് ഉണ്ട്. പക്ഷെ ലെഗിൻ ക്ലോത്ത് ആണ് വരുന്നത്. നമ്മൾ ലെഗിനൊക്കെ ഇടുന്നതിന്റെ ക്ലോത്ത് ആണ് ഇത് വരുന്നത്. മുമ്പിൽ ഒരു കെട്ടൊക്കെ ഉണ്ട്. 100 രൂപ തന്നെയാണ്. ഇതൊരു 39-40 അടുത്ത് ലെങ്ത് വരുന്നതാണ് കേട്ടോ. ഇനി അത് റെഡ് ആണ്. ഇത് അതിന്റെ നേവി ബ്ലൂ, ബ്ലാക്ക് ആണ് നമ്മളത്. നേവി ബ്ലൂ എന്നാ നേവി ബ്ലൂ. വെയിലടിച്ചിട്ട് ഓക്കെ. ഇത് കണ്ടില്ലേ വേറൊരു പാന്റ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 150 രൂപ കേട്ടോ. ഇതൊരു വെറൈറ്റി ആണ്. കാരണം ഇതൊരു ആഷ് കളറാണ് കേട്ടോ. ബ്ലൂ അല്ല, നല്ലൊരു ആഷ് കളറാണ്. ആഷ് ബ്ലൂ ആണ് വരുന്നത്. ഇങ്ങനെ ഫ്രില്ലായിട്ട് താഴേക്കത്തെ നല്ല ലൂസാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഒരു മോഡേൺ പാൻ്റ് ആണിത്. ഇത് വന്നിട്ടൊരു 39-40 ലെങ്ത് ഉണ്ടാവും കേട്ടോ. 40 ലെങ്ത് എന്തായാലും ഉണ്ടാവും. പിന്നെ മോഡൽ മനസ്സിലായില്ല നിങ്ങൾക്ക്. ഇങ്ങനെ വരും. നൈറ്റിൻ്റെ അടിയിലും നൈറ്റ് ഇനിയിപ്പോൾ പുറത്തേക്കൊന്നും യൂസ് ചെയ്യാത്ത ആളാണെങ്കിലും നൈറ്റൊക്കെ ഇത് ലൂസ് ടീഷർട്ടൊക്കെ ഇട്ട് കിടക്കാൻ നല്ല സുഖമുണ്ട്. കാരണം നല്ല സ്മൂത്താണ്. 150 രൂപ കേട്ടോ. ഇത് വന്നിട്ട് 100 രൂപ തന്നെയാണ്. അപ്പൊ ഇതും കൊറേ നേരമായല്ലോ. 100 രൂപയാണ്. കണ്ടല്ലോ. ഇനി ഇങ്ങനത്തെ പാന്റ് നമ്മൾ പ്ലെയിനിൽ കാണിച്ചില്ല. റെഡും പിന്നെ അത് കാണിച്ച മോളെ ഒരു ബ്ലാക്ക് പോലത്തെ കാണിച്ചില്ല. ഇങ്ങനത്തെ പ്ലെയിനിൽ കേട്ടോ. നേവി ബ്ലൂ. ഇതൊരു ഗ്രീൻ പോലെ അല്ലേ. ഗ്രീൻ തന്നെയാണ്. അപ്പൊ ഇത് മൂന്നും ഒരു അഡ്രസ്സിലേക്ക് ഒരാൾ എടുക്കുകയാണെങ്കിൽ പെർ പീസ് 80 രൂപ ആയിട്ട് ഞാൻ തരട്ടെ. ഇത് മൂന്നും ഒരു അഡ്രസ്സിലേക്ക് ഒരാൾ എടുക്കുകയാണെങ്കിൽ പെർ പീസ് 80 രൂപ ആയിട്ട് ഞാൻ തരും കേട്ടോ. ഇതേപോലെ തന്നെ 100 രൂപ പാൻ്റാണ്. ഇത് അധികം ലെങ്ത് ഒന്നുമില്ല. പക്ഷെ ഒരു ഷോർട്സ് ഒക്കെ ആക്കി ഇടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പോക്കറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെയും പോക്കറ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര വരുന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്ത് കാണിക്കാൻ പോണത് ലാർജിലെ ഒരു ലെഗിനാണ് കേട്ടോ. ലാർജ് സൈസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ. ഇത് 4-way ലെഗിൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൂട്ട് വരുന്നതാണ്. ലൈക്ര പോലൊക്കെ വരുന്ന ടൈപ്പാണ്. നല്ല ക്വാളിറ്റി ഉള്ള ലെഗിനാണ് കേട്ടോ. ലാർജിലാണ് വരുന്നത്. കണ്ടല്ലോ, നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ലെഗിനാണ്. ഞാൻ വരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇത് ലാർജാ വരുന്നത്. ഇത് 2 എണ്ണം ഒരാൾ എടുക്കണം. ഓരോന്നോരോന്നോരോരുത്തർ കൊടുക്കൂല. 250 രൂപക്ക് ഇത് 2 എണ്ണം ഷിപ്പിംഗ് ചാർജ് അടക്കം ഇങ്ങനെ കൊടുക്കും കേട്ടോ. ഒന്നൊന്നില്ല, ഇത് 2 എണ്ണം 250 രൂപക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം തരും. ഇത് വരുന്നത് ലാർജിലാണ് കേട്ടോ. നല്ല ക്രീമും നല്ല വൈറ്റും ആണ് വരുന്നത്. പിന്നെ വരുന്നത് നല്ലൊരു പാന്റ് കേട്ടോ. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ആ ലൈക്രേൻ്റെ ഇത് കാണിച്ചെന്ന പോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും നല്ല വീതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് സൈസ് കൊടുത്തിരിക്കുന്ന XL ആണ്. പക്ഷെ നല്ല XLന്റെ സൈസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല, XLന്റെ സൈസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ്.
കരിനീലയാണ് കേട്ടോ, കരിനീലയാണ്. ഇത് ഇവിടെയും പോക്കറ്റ് ഉണ്ട്. ഇവിടെയും പോക്കറ്റ്, രണ്ട് സൈഡും പോക്കറ്റ് ഉണ്ട്. കണ്ടില്ലേ, താഴെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. കരിനീലയാണ് കേട്ടോ, 150 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഉണ്ട് എത്ര? 150 രൂപേന്റെ ട്രാക്കാണ് കേട്ടോ. ട്രാക്ക് പാൻറ് തന്നെയാണിത്. ഇത് ബോയ്സിന് യൂസ് ചെയ്തൂടെ? ലേഡീസിന് മാത്രമല്ല ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ക്ലോത്താട്ടോ. ഇത് അതിന്റെ വേറെ ടൈപ്പ്. ഇത് വേറെ ടൈപ്പിലാണ് വരുന്നത്. ഇത് 150 രൂപേന്റെ ആണ് കേട്ടോ വരുന്നത്. എക്സസൈസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഒരു പൊടിക്ക് വണ്ണം കുറവാണ്. എന്നാലും എക്സലിന്റെ വലിപ്പം ഇല്ലായോ ഇല്ല കേട്ടോ. രണ്ട് സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 150 രൂപയാണ് കേട്ടോ. 150 രൂപയാണ്. ഈ രണ്ട് ലെഗിൻ ഉണ്ടല്ലോ, ഈ രണ്ട് ലെഗിന് ആദ്യം എന്റെ കയ്യിൽ ഓൾഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. ആദ്യം ഷോപ്പായപ്പോ മുതലേ കയ്യിൽ ബാലൻസ് ഉള്ള ലെഗിൻസ്, അങ്ങനെ ബാലൻസ് ഉള്ള ലെഗിൻസിൽ ബാലൻസ് ആയി വന്നത് അങ്ങനെയാണ് കേട്ടോ. ഇതൊരു വയലറ്റ്, ഇതൊരു എക്സൽ സൈസ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഒരുപാട് വീതിയൊന്നുമില്ല, എക്സലിന്റെ ഒരുപാട് വീതിയൊന്നുമില്ല. എന്നാലും ഇതിൽ കൊടുത്തിരിക്കുന്നത് എക്സൽ ആണ് കേട്ടോ. ഒരു ആഷ് കളറും ഒരു വയലറ്റും. ഇതിന്റെ റേറ്റ് വന്നിട്ട്, ഇതിന്റെ റേറ്റ് ഒന്നും വേണ്ട മക്കളെ, 50 രൂപ കൊറിയർ ചാർജ് നിങ്ങൾ തന്നാൽ ഇത് ഞാൻ അയച്ചു തരട്ടോ. അത് ആർക്കാണ് ലെഗിൻ ഡെയിലി യൂസിനൊക്കെ വേണമെന്നുള്ളവരുണ്ടെങ്കിലേ ലെഗിൻസിന് പൈസ ഒന്നും വേണ്ട. ഇത് അയക്കാനായി 50 രൂപ നിങ്ങൾ തന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല, നല്ല ലെഗിൻ തന്നെയാണ്. പാക്കിംഗ് കവറും കാര്യങ്ങളൊക്കെ പോയി എന്നേ ഉള്ളൂ കേട്ടോ. ഇതാ ഒന്ന് വന്നിട്ട് കുറച്ച് നല്ല ഇറക്കുണ്ട്, കാരണം ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നതാണ്. ഒന്നിങ്ങനെയാണ്. അപ്പം ഇത് ഒന്നൊരാളെടുത്താലും കുഴപ്പമില്ല, രണ്ടൊരാളെടുത്താലും കുഴപ്പമില്ല, എങ്ങനെ ആയാലും കുഴപ്പമില്ല. രണ്ടിന് ഒരാളെടുത്താലും 50 രൂപ, ഒന്നൊരാളെടുത്താലും 50 രൂപ കേട്ടോ. ഇനി ഇത് വന്നിട്ട് ഇതേപോലെ തന്നെ സ്റ്റോക്ക് ബാലൻസ് ഉള്ള ഒരു ഐറ്റം ആണ്. സിഗരറ്റ് പാന്റ് ഇല്ല, നല്ല കോട്ടൺ സിഗരറ്റ് പാന്റ് ആണ്. ഇതുമ്മ ഡബിൾ എക്സൽ സൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഡബിൾ എക്സൽ സൈസിലല്ല. ഇത് വന്നിട്ട് നല്ലൊരു കരിനീലയാണ്, കോട്ടണിലാണ് വന്നിരിക്കുന്നത്. സിഗരറ്റ് പാന്റിന്റെ കോട്ടൺ ഇങ്ങനെ വലിയ ടൈപ്പ് അല്ല കേട്ടോ. അരവണ്ണല്ല ഉദ്ദേശം. ഇവിടെയൊക്കെ സ്ട്രെച്ചബിൾ ആണോ വെച്ചാണ്, അല്ല വെച്ചല്ല. ഇവിടെയൊക്കെ കുഴപ്പമില്ല, താഴേക്കൊന്നും വല്ലാണ്ട് വലിയ ടൈപ്പല്ല, കോട്ടൺ ടൈപ്പാണ്. ഒരു 15, ബാക്കി ഓരോ മക്കളെ സൈസ് പോലെ കേട്ടോ. ചില മക്കള് ചിലപ്പോൾ 15-16 വയസ്സായാലും സ്ലിം ആണെങ്കിലൊക്കെ ഇടാൻ പറ്റും. അങ്ങനെയാണ്. ഇത് രണ്ടിന്റെ റേറ്റ് വന്നിട്ട്, ഇത് എന്റെ കയ്യിൽ ബാലൻസ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഷിപ്പ് ചാർജ് ഇറക്ക് 100 രൂപ തന്നാല് നിങ്ങൾക്ക് ഞാനിത് തരും. ഒന്നൊരാൾക്ക് നേരത്തെ പോലെ രണ്ടെണ്ണം ഒരു അഡ്രസ്സിലേക്ക് ഞാൻ പറയണില്ല. ഒന്നൊരാൾക്ക് 100 രൂപ തന്നാല് കൊറിയർ ചാർജ് അടക്കം. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല എന്താ പറയാ, നല്ല ക്ലോത്താണ്. കണ്ടില്ലേ, സൈഡിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര? ഷിപ്പിംഗ് ചാർജ് 50 രൂപ, പിന്നെ അതിന്റെ ഒരു കൊറിയർ കവർ, എഴുത്ത്, അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 10 രൂപ. അപ്പൊ ഇതിന് താത്ത എത്ര റേറ്റ് തന്നിക്കുള്ളൂ? 40 രൂപ. കാരണം മറ്റേത് നമുക്ക് ആരും കുറച്ച് തരുമൊന്നുമില്ല, ആ റേറ്റ് ഇട്ടിക്കുള്ളൂ. അതെങ്കിലും എന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കോട്ടെ വെച്ച് പറഞ്ഞട്ടോ. 100 രൂപക്ക് ഇത് നിങ്ങൾ എടുത്തോളി. എന്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നതാണ്, എക്സൽ സൈസ് ആണ് കേട്ടോ. ഇത് ആഷ് കളറാണ് കേട്ടോ, ആഷ് കളറാണ്, കരിനീലല്ല, ആഷ് ആണ്. നല്ല സ്മൂത്ത് ക്ലോത്തിലെ ഒരു ഐറ്റാണ് ഇതൊന്ന്. പിന്നെ ഇത് വേറൊരു മോഡലിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അടി കണ്ടോ നിങ്ങള്, നല്ലൊരു വയലറ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പാന്റാണ്. ഇത് രണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 120 രൂപ. ഷിപ്പിംഗ് ചാർജ് അടക്കം 120 രൂപയാണ് നിങ്ങൾ അയച്ചു തരേണ്ടത് കേട്ടോ. ഒരു 50 രൂപയാണ് ഞാൻ അതിന് കണക്കാക്കുന്നത്. പിന്നെ ഒരു 60 രൂപയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ കണക്കാക്കുന്നത്. ബാക്കി ഷിപ്പിംഗ് ചാർജ് എന്നാൽ 100 കട്ടാക്കിയാലും വിളിക്കും, അതാണ് ഇടങ്ങേറ്. പിന്നെ 120 രൂപ കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര? 120 രൂപ. എത്രയോ തവണ ഫോൺ ഇങ്ങനെ കട്ടാക്കേണ്ടി വരികയാണ്. കുഴപ്പമില്ല, എന്താ ഇപ്പൊ പറഞ്ഞു തന്നെ, നല്ലൊരു കളറാണ്. അപ്പൊ ഇങ്ങനത്തെ ടാഗ് വെച്ചിട്ട് പല റേറ്റിന്റെയും മാർക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഇല്ല, നല്ലോണം 280 രൂപക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ക്വാളിറ്റിയിലായിട്ട്. ഇത് 3XL ആയിരുന്നു വന്നത് സംഭവം. കണ്ടില്ലേ, പിങ്ക് റോസ് ആണ്. ഇതും സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇടുന്ന സാധനമാണ് കേട്ടോ. സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇടുന്ന സാധനമാണ്, ഓൾഡ് സ്റ്റോക്കാണ്. ഇത് വന്നിട്ട് 150 രൂപ. ഷിപ്പിംഗ് ചാർജ് ഒക്കെ 150 റുപ്പീസ് അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് തരും കേട്ടോ.
ഇത് വന്നിട്ട് ജഗ്ഗിനാണ്, പക്ഷെ ജീൻസ് മോഡൽ വരുന്നുണ്ട്. അത്യാവശ്യം ജീൻസ് പോലെ തന്നെ കണ്ട കറക്റ്റ് ജീൻസ് തന്നെ വാഷ് ടൈപ്പ് ആയിട്ട് വരുന്നത് കണ്ടില്ലേ. 2XL സൈസ് എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ 2XL ഒരു XL ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ജീൻസ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ്. ഇതിപ്പോ 999 വരെ വിൽക്കാൻ നമ്മൾ ഷോപ്പിൽ ഇറക്കിയ സാധനമാണ്. ഇത് ഞാൻ ഓഫർ 499 ഇട്ടിട്ട് കുറെ സെയിലാക്കിയിരുന്നു. ഇത് അങ്ങനെ സെയിലായിട്ട് ബാലൻസ് വന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് വന്നിട്ട് 250 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഇറക്കും. 250 രൂപ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഈ ജീൻസ് അയച്ചു തരട്ടെ. 250 രൂപക്കുള്ള ജീൻസ് ആണിത്. അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ട് കുറെ ഇറക്കിയിരുന്നിട്ടോ ഞാന്. ഇനിയിപ്പോ ഇതൊറ്റ പീസ് തന്നെ ബാലൻസ് ഉള്ളൂ. ഇത് വന്നിട്ട് ഒരു എക്സലാർക്കൊക്കെ അരവണ്ണം പറ്റും. അതാ ഒരു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഈ ടൈപ്പ് ഒരു വൈറ്റിലാണ്. കുറെ നമ്മൾ സെയിൽ ചെയ്ത് ബാലൻസ് ഇങ്ങനെ വൈറ്റ് ആയപ്പോ കുറച്ച് കൂടുതൽ പീസ് വന്നു. പിന്നെ കൊടുത്തു. ഇപ്പൊ ഈ ലെഗിൻസ് എടുത്തപ്പോ ആ ഒരു ബാസ്ക്കറ്റിൽ ഈ ഒരു ഐറ്റം കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് എടുത്ത് പറയാണ് കേട്ടോ. ഇങ്ങനത്തെ കണ്ടില്ലേ, നല്ലൊരു അണ്ടർ സ്കേർട്ട് തന്നെയാണ്. ഇതിന് നിങ്ങളൊരു 50 രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർ സ്കേർട്ട് ഞാൻ അയച്ചു തരും കേട്ടോ. അപ്പം ഓഫർ സെയില് അല്ലെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങൾ മാത്രം കണ്ടാൽ മതി എന്നുള്ളവർ ഇവിടെ വെച്ചിട്ട് ഇതാ വൈൻഡ് അപ്പ് ഇങ്ങളോട് എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ അവിടെ അങ്ങോട്ട് നിൽക്കും, കുറച്ചും സംസാരിച്ചിട്ട് പോവാം. അത് കൂടാതെ കൂടുതൽ പീസ് എടുക്കുന്നവരുണ്ട് എൻ്റെ അടുത്ത് നിന്ന് വിൽക്കാൻ വേണ്ടി കുറെ പേര് എടുക്കുന്നുണ്ട്. അവര് ഷിപ്പ് ചാർജ്, അതായത് കൊറിയർ ചാർജ് അവർ പറഞ്ഞ കാര്യം അവർ പറയുന്നത് ഇത് വിൽക്കണല്ലോ, വിറ്റ് അവർക്കും പൈസ കിട്ടണല്ലോ, അതിനു വേണ്ടിയിട്ട് തന്നെ അവർ പറയുന്നത്. പക്ഷെ എന്റെയും ഒരവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം വെയിറ്റ് കൂടുമ്പോൾ DTDCന് നല്ല ചാർജ് വരുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസേ ചെയ്യാൻ പറ്റുള്ളൂ. പോസ്റ്റ് പോയി കഴിഞ്ഞാലും അടാറ് സീനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഒരു കാര്യം, എന്നെയും പിന്നെ വലിയ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അവിടെയൊക്കെ കുറേ സ്റ്റാഫും കാര്യങ്ങളും അതിൻ്റെതായ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളൊരു ആൾക്കാരാണ്. നമ്മൾ സാധാരണക്കാരെയാണ്. ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഓൺലൈൻ വെച്ച് ചെയ്യുന്നതെന്ന് മാത്രം നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു ഓൺലൈൻ വീട്ടിൽ വെച്ച് ചെയ്യുന്നിടത്ത് വാങ്ങിയാലുള്ള ഒരു ക്ഷമ നിങ്ങൾ സ്പീഡിലും കാര്യത്തിലൊക്കെ ഒന്ന് കാണിക്കുക. ഇതൊക്കെ മെല്ലെ ശരിയായി വരും. പറഞ്ഞു വന്നത് അപ്പൊ അവരൊന്നും പോസ്റ്റ് ഓഫീസ് എടുക്കുന്നില്ല. പക്ഷെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഹോം ഡെലിവറി അവരൊക്കെ അവൈലബിൾ ആക്കി തരുന്നുണ്ട് അല്ലേ. അതിന് GST കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അതിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നേലും. പോസ്റ്റിലേക്ക് ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതിന്റെ കൂടെ ഞാൻ അവിടെ വെച്ചുതരാം. ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ആ വീഡിയോ ഒന്ന് മിക്സ് ആക്കി തരികയാണ്. വേറെ ഒന്നിനൊന്നല്ല, ഇന്നലെ എനിക്ക് തമിഴ്നാട്ടിലേക്കും ലക്ഷദ്വീപിലേക്കും പിന്നെന്താ ചെന്നൈയിലേക്കൊക്കെ അത്യാവശ്യം അൽഹംദുലില്ലാ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അവർ കേരളത്തിൽ തന്നെ എറണാകുളം അവിടെ ഉള്ളവരൊക്കെ എൻ്റെ അടുത്ത് വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അൽഹംദുലില്ലാ. പക്ഷേ കൊറിയർ ചാർജ് പറയുമ്പം നമ്മൾ ബാർഗെയിൻ നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ ഏകദേശം കണക്ക് പറഞ്ഞിട്ട്, അതായത് പെർ പീസ് 5 രൂപ 10 രൂപ കൂട്ടിയാൽ മതി, 50 രൂപക്ക് 3 എന്നൊക്കെ പറഞ്ഞാൽ കൊറിയർ ചാർജ് വാങ്ങുന്നത്. പക്ഷെ അതങ്ങനെ കിട്ടണമെന്നറിയാം. അത് ഒരൊറ്റ പാക്കറ്റ് ആവണേലോ. അതായത് നമ്മളൊരു ചാക്കിലൊക്കെ ഇട്ട് കെട്ടി പൊതിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ വെയിറ്റ് വേറെ വരും. അപ്പൊ നമ്മൾ 5 കിലോനൊക്കെ കൊള്ളുന്ന ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, അത് തന്നെ 3 വെച്ചിട്ട് 2 വെച്ച് സെല്ലോ ടാപ്പിലൊക്കെ വരിഞ്ഞ് ഞാൻ കൊണ്ടുപോയി. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിടത്തൊക്കെ അങ്ങനെ കൊണ്ടുപോയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതൊന്നും എടുക്കൂല എന്ന് പറഞ്ഞു. അതാണെങ്കിലോ ഒരു കോണിക്കൂടും കയറിയിട്ട് മേലേക്ക് കയറൊക്കെ ഏറ്റി പിടിച്ച് മേലെ എത്തിക്കായി. ഇവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. പലരും പറയും 120 രൂപ 150 രൂപയൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാൻ, ഞാൻ അല്ല DTDC പോവാനെന്ന്. പക്ഷെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണമെങ്കിലും ആ ഒരു റിസ്ക് എനിക്കുണ്ട്. DTDCക്കാരാകുമ്പോൾ ഇവിടെ വന്ന് കൊണ്ടുപോയിക്കോളും, കുഴപ്പമില്ല. പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ. അപ്പൊ കുറച്ച് പോസ്റ്റ് ഓഫീസിന്റെ ആൾക്കാർ കുറച്ച് വെയിറ്റ് ചെയ്യുക, നമുക്ക് എപ്പോഴാണോ സൗകര്യം അപ്പൊ പോയി അയക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു വന്നിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഏറ്റിപ്പിടിച്ച് മേലെ പോയി കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ സെല്ലോ ടാപ്പ് ഒട്ടിച്ചതല്ല വിഷയം, ഡിപ്പാർട്ട്മെന്റിന് അത് നഷ്ടമാണ് എന്ന്. അതായത് വേറെ പാക്കറ്റ് ആകുമ്പോഴല്ലേ എക്സ്ട്രാ. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു പാക്കറ്റ് മിനിമം 40 നിന്നും ഇതേപോലെ ഓരോ പീസ് വെയിറ്റിനനുസരിച്ച് 10-17 കൂടുകയുള്ളൂ. പക്ഷെ വേറെ പാക്കറ്റ് ആകുമ്പോൾ 46 നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് കാർബോർഡൊക്കെ വാങ്ങിയിട്ട് അതിലിട്ടിട്ട് ചെയ്ത് കൊടുക്കാൻ. 1-2 പീസ് വാങ്ങുന്നവരോടല്ല ഇത് പറഞ്ഞത്. ബൾക്കായിട്ട് 10 പീസ് 20 പീസ് 30 പീസ് ഒക്കെ എടുക്കുന്നവരോടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ കാർബോർഡ് ബോക്സ് ആകുമ്പോഴും വെയിറ്റ് ആയില്ലേ, ആ പെട്ടിക്കും വലിയൊരു വെയിറ്റ്. അപ്പൊ അതുകൊണ്ട് 5 പീസ് എടുക്കുന്നവര്, അതായത് 2 പീസ് എടുക്കുന്നവർക്ക് 50 രൂപ, പിന്നെ ഓരോ പീസിന് 10 രൂപ എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ അത് 5 പീസ് വരെ അങ്ങനെ പോസ്റ്റ് ഓഫീസ് വെയിറ്റ് ചെയ്യുന്നവർക്ക് തരാൻ പറ്റുള്ളൂ. വീണ്ടും 6ാമത്തെ പീസിന് 50 ചാടും.
എന്നിട്ട് വീണ്ടും ഓരോ പീസിന് 10 രൂപ വെച്ചിട്ട് തരേണ്ടി വരും. എനിക്ക് അവിടെ ചെന്നപ്പോൾ സങ്കടം വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും പരാതിയാണ്, ഇത് കിട്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചെന്ന്. പക്ഷെ എല്ലാവർക്കും വേഗം കിട്ടുന്നവരും ഉണ്ട് കേട്ടോ, ചില ആളുകളുടെ ചില കാര്യങ്ങൾ കാരണം. അപ്പം ഇത് താങ്ങി പിടിച്ച് നമ്മൾ അതിന്റെ മേലെ എത്തിച്ച്, ഇവിടെ ആണെങ്കിൽ ഫോണോട് ഫോണ് സാധനം കിട്ടിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോൾ പോസ്റ്റ്മാൻ എല്ലാം റിജക്ട് ചെയ്തു. പിന്നെ അവിടെ താഴേക്ക് ഇറക്കി DTDCക്കാരെ വിളിച്ച് അവർ വന്ന് എൻ്റെ അടുത്ത് കൊണ്ടുപോകായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഏതായാലും പോസ്റ്റ് ഓഫീസിൽ പോയി, പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. പിന്നെ ഇതെല്ലാം കൂടി ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ DTDCയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊടുത്ത് തിരിച്ച് വരിക ചെയ്തത്. അപ്പോഴത്തേക്ക് സമയം എത്രയായി എന്നറിയാം, കാരണം പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കണം. അപ്പോൾ ഇതൊക്കെ അയച്ച് തീരുന്നവർ അവിടെ നിൽക്കുമ്പോൾ എന്താവണേലും കുറേ പേര് കമന്റ് ഇട്ടു, അതാ പോസ്റ്റാണ് നല്ല വീട്ടിൽ കൊണ്ട് തരുന്നത്. പക്ഷെ എൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി അത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ ഓർഡർ ആക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, DTDCയിലാണെങ്കിൽ ഇരട്ടി പൈസ കൊടുക്കേണ്ടത്. ഈ അയച്ചവരാരെങ്കിലും തരുമോ? ആരും തന്നുമില്ല. എന്നിട്ട് എല്ലാം കൂടി ഇവിടെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ കൂടെ ഞാൻ അതൊന്ന് മിക്സ് ആക്കി തരട്ടെ. ഇന്നത്തെ ഒരു അനുഭവം ഒന്ന് മിക്സ് ആക്കി തരാം, ഒന്നും വിചാരിക്കേണ്ട. പിന്നെ ഞാൻ ആ പോസ്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞതൊന്ന് മ്യൂട്ടാക്കി വെക്കുകയാണ്, ഒന്നും ഉണ്ടായിട്ടില്ല. അത് വേണ്ട, എന്നോട് നല്ല പറഞ്ഞു പോയി. ആ ഒരു പ്രഷർ ഞാൻ പറഞ്ഞു, ഇന്നൊരു പോസ്റ്റ് ഓഫീസ് ഇങ്ങനെ ചെയ്തു ഇതൊക്കെ പറഞ്ഞു പോയി. അതൊന്ന് മ്യൂട്ടാക്കി തരാം, അതൊന്ന് കണ്ടു നോക്കട്ടോ. സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചെയ്യുന്നിടത്ത് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ പാർസൽ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ പാർസൽ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പോസ്റ്റ് ഓഫീസിൽ, എരുമാട് പോസ്റ്റ് ഓഫീസിൽ, പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ നിന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുമിച്ച് റൗണ്ട് ചെയ്ത പോസ്റ്റ് ഓഫീസ് പോവില്ല എന്നാണ് പറയുന്നത്. ഓരോ ബോക്സിനാണെങ്കിൽ വേറെ വേറെ കൊറിയർ ചാർജ് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് എടുക്കാത്ത. സ്റ്റെപ്പ് കയറി മേലേക്ക് ഏറ്റി കൊണ്ടുവന്ന ഐറ്റംസ് ആണ്. ഇതൊന്നും പോവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല, കാരണം അത്ര ഏറ്റി റിസ്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതൊന്നും അയക്കാൻ പറ്റില്ല എന്നാണ് പോസ്റ്റ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കറക്റ്റ് അഡ്രസ്സ് രജിസ്റ്റേർഡ് പാർസൽ എഴുതാൻ മറ്റേ രജിസ്റ്റേർഡ് പാർസൽ, പക്ഷെ നല്ലോണം ടൈറ്റ് ആക്കി കെട്ടിയിട്ട് ഒറ്റ പാർസലാക്കി വന്നിട്ടുണ്ട്. സർക്കാരിന് നിയമമായിരിക്കും, അവരൊക്കെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ ഷിപ്പ് ചാർജ് പോസ്റ്റ് ഓഫീസിൽ ചെയ്യുന്ന ആൾക്കാർ ഒറ്റ ഷിപ്പ് ചാർജ് നമുക്ക് തരാൻ പറ്റില്ല. കാരണം ഇത് ഓരോരോ പാക്കറ്റായി ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് ഇനി നിർത്തുകയാണ്. ചെയ്യുന്നവർ എന്ത് ചെയ്യുക, 2 പാക്കറ്റ്. ഇപ്പോൾ ഇതിന് നമ്മൾ ഒരു ഷിപ്പ് ചാർജാണ് വാങ്ങുന്നത്, ഇതിന് 2 കൊറിയർ ചാർജ് നിങ്ങൾ തരണം. അപ്പോൾ നിങ്ങൾ എന്താ താത്ത പോസ്റ്റ് ഓഫീസ് എടുക്കാത്തേ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ മോനോട് പറഞ്ഞു ഇത് ഏറ്റിപ്പിടിച്ച് കയറുന്ന വീഡിയോ എടുക്കണം. കാരണം നമ്മൾ ആദ്യം നിന്ന സ്ഥലത്ത് നമ്മൾ വീട്ടിൽ വന്നിട്ട് എടുത്തു കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇതിവിടെ സ്റ്റാഫില്ലാത്ത മൂലം നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇതൊക്കെ റിജക്റ്റായിട്ട് തിരിച്ച് തന്നിരിക്കുകയാണ്, കാരണം 2 ഒട്ടിപ്പിടിച്ച് വന്നിട്ട്. അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അങ്ങനൊരു 5 വരെ മാത്രമേ പറ്റുള്ളൂ. ബാങ്കുണ്ട് അല്ലേ. വീണ്ടും 6ാമത്തെ സെറ്റ് വരുമ്പോൾ വീണ്ടും എന്താ പറയുക 50 രൂപ വെച്ചിട്ട് 3 വരെ 50 കണക്കാക്കി വീണ്ടും 9ാം നമ്പറും 10ാം നമ്പറിനും 10 രൂപ വെച്ച് കൂട്ടുക കേട്ടോ. കാരണം ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഞങ്ങൾ പോകുന്നത് 220 രൂപ ഓട്ടോറിക്ഷ പൈസയും കൊടുത്തിട്ട് DTDC അവിടേക്ക് ഓടി നടക്കണം. അവർ വന്ന് വീട്ടിൽ വന്ന് എടുക്കും. പക്ഷെ ഏതായാലും ഞങ്ങൾ ടൗൺ വരെ വന്നു. അതും ഏത് ജില്ലയിൽ പോയാലും പോസ്റ്റ് ഓഫീസാണ് വല്ല കുത്തുബിനാബറിൻ്റെ മേലെ താഴെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? പിന്നെ ഞങ്ങൾ കോഴിക്കോട് ഓമശ്ശേരി ഭാഗത്തൊക്കെ നിന്നപ്പോൾ ഒരു 5-8 പാർസലൊക്കെ ഉണ്ടെങ്കിൽ വന്ന് എടുത്ത് കൊണ്ടുവരും. ഇവരാണ് വന്ന് എടുത്ത് കൊണ്ടുപോകില്ല. പിന്നെ GST ഒക്കെ ചെയ്ത് കൊടുക്കണമല്ലോ, GST ചെയ്യണം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്താൽ അവർ ചെയ്യണം, ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങൾ ചെയ്യണം. ഈ ചെറിയ വീട്ടിൽ വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ GST ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ മുതലാവോ? അതും നടക്കൂല. അപ്പോൾ DTDC കൊറിയർ ഞാൻ ചെയ്യും, പോസ്റ്റ് ഓഫീസ് ചെയ്യൂല എന്നല്ല ചെയ്യുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ സാധനം കിട്ടാൻ നല്ല ഡിലേ ആവുന്ന പ്രാവശ്യം പോയപ്പോഴും പറഞ്ഞാൽ സാധാരണ കിട്ടുന്നതിനേക്കാൾ 2-3 ദിവസം കൂടും. അത്ര എന്തോ പോസ്റ്റ് ഓഫീസ് അടച്ചു പൊട്ടിന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർ. അപ്പോൾ പോസ്റ്റ് കുറച്ച് ഡിലേ ആവും. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യണം, കാരണം എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ പോസ്റ്റിൽ പോവുള്ളൂ. അങ്ങനെയൊക്കെ അയച്ചാൽ മതിയെങ്കിൽ ഒക്കെ ഞാൻ എടുത്തോളാം. പിന്നെ ഇതേപോലെ 10 പീസൊക്കെ എടുക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, കൊറിയർ ചാർജ് ഞാൻ വളരെ കുറവാണ് വാങ്ങുന്നത്. കാരണം നെറ്റിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചത്, ഇതേപോലത്തെ ഡ്രസ്സൊക്കെയാണ് 1450, 1700 സാധനങ്ങളാണ്. നമുക്ക് കുഴപ്പമില്ല. എന്തിനാണ് ഒരു 10-300 രൂപയിൽ ലാഭം എടുക്കണം. മറ്റേ 50 രൂപ 30 രൂപയ്ക്ക് ലാഭം എടുത്ത സാധനങ്ങളുണ്ട്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ കളിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ 2 കളിപ്പിച്ച പോസ്റ്റ് ഓഫീസിൽ ഞാൻ പിന്നെ രജിസ്റ്റേർഡ് പാർസൽ അതിൽ എഴുതണം. ഇവിടുത്തെ പോസ്റ്റ്മാൻ്റെ നിർബന്ധമാണ്. അത് എഴുതിക്കില്ല, നമ്മൾ തന്നെ എഴുതണം. അയാൾ എഴുതൂല.
അപ്പോൾ എന്താക്കാണ് കവർ മൊത്തം അവിടെ നിന്ന് മാന്തി കീറും. എന്നിട്ട് പിന്നെ പേനയും കടലാസും അവിടെ എടുത്തിട്ട് എഴുതും. ഇത്രയും ലോഡ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോകില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ നൂലാമാലകൾ 2 പാക്കറ്റ് സെല്ലോ ടാപ്പും കൊണ്ട് നല്ലോണം നമ്മൾ അത്രയും വരിഞ്ഞ് മുറുക്കി നല്ല റെഡിയാക്കുന്നുണ്ട്. ഇത് നോക്കി നോക്കി ഇവൻ്റെ കയ്യിലിരിക്കുന്നത് 3 പോട്ടെ, ഇതിനൊക്കെ എന്താ കുഴപ്പം? അത്രയും നല്ല രീതിയിൽ ഞങ്ങൾ ടൈറ്റാക്കി വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ട്, അഡ്രസ് വരിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പറ്റില്ല എന്നാണ് പറയുന്നത്. പാക്കറ്റ് വേറെയാക്കാൻ, അല്ലെങ്കിൽ കാർഡ്ബോർഡും ബോക്സിലാക്കാൻ. അത് ഡിപ്പാർട്ട്മെന്റ് നഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് താത്താനെ മക്കൾ എന്താക്കണം, പോസ്റ്റ് ഓഫീസ് ഒരുപാട് പീസ് തരുന്നവരോടാട്ടോ ഈ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞത്, സാധാ നോർമൽ മാക്സി ആണെങ്കിൽ 3 വരെ 50 രൂപ താത്ത വാങ്ങുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് 10 രൂപ കൂട്ടുകയെന്നാണ് പറയുന്നത് നോർമൽ മാക്സി കേട്ടോ. അപ്പൊ അത് പറ്റില്ല. ഒരു 5 കഴിഞ്ഞ് അങ്ങനെ 3 വരെ 50 ആക്കിയിട്ട് ഒരു 3 പീസ് വരെ 10 കൂട്ടുക. 7ാമത്തെ പീസ് വേറെ പാക്കറ്റിലാക്കണം. അപ്പൊ എന്താണ്, അവിടെ വീണ്ടും 50 ആയിട്ടാ. കാരണം 4 പേർക്ക് ചെയ്ത് കൊടുക്കാൻ, ഏതായാലും വണ്ടി പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുപോയി അയക്കുന്നതാണ്. അവിടെ ഇതും പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവരിങ്ങനെ പറഞ്ഞത് കൊണ്ടാട്ടോ. അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ആക്കി അയക്കാൻ. അപ്പൊ പിന്നെ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ ഹോൾസെയിൽ നമ്മൾ വാങ്ങി കൊണ്ടുപോയി വെക്കണം. അപ്പൊ അതിനും വേറെ ചാർജ് വരും. അപ്പൊ ഇത് പാക്കറ്റ് ആക്കി വെക്കുമ്പോൾ നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടില്ല. DTDC ആകുമ്പോൾ ഈ ഒരു ചൊറകളൊന്നുമില്ല. അവരങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. എന്തുണ്ടെങ്കിലും അവർ ഏറ്റെടുത്തോളും. അതുകൊണ്ടൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ സിംഗിൾ പീസ് പോസ്റ്റ് ഓഫീസ് അവൈലബിൾ ആണോ ചോദിച്ചാൽ ഓക്കെ ചെയ്തു തരാം. പക്ഷെ ഇങ്ങനൊരു കാര്യമുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അയക്കാൻ വേണ്ടി പോകുള്ളൂ. അപ്പോഴേ നിങ്ങൾ അയക്കുള്ളൂ. അപ്പോൾ കിട്ടാൻ കുറച്ച് ഡിലേ ആകും കേട്ടോ. ഏതായാലും വലിയ ഇത് പോയിട്ട് അയച്ചിട്ട് വരാം. ഇതൊന്ന് പറയണം എന്ന് കരുതി. എനിക്ക് അവിടുന്ന് പ്രഷർ കൂടി, സങ്കടം വന്ന്, ദേഷ്യം വന്ന്, പോസ്റ്റ് ഓഫീസിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ട് സാറും എന്തൊക്കെയോ ആയിപ്പോയി. പിന്നീട് ഞങ്ങൾ നന്നായിട്ടോ, കാരണം പറയുമ്പോൾ പറയാമെന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മളിവിടെ എത്താനായി. ഓഫാക്കട്ടെ. ചില ആളുകൾ പറഞ്ഞത് നെഗറ്റീവായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ, പോസ്റ്റ് ഓഫീസ് എന്താ താത്ത ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. പോസ്റ്റ് ഓഫീസ് പാക്കറ്റ് സെപ്പറേറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി കാർഡ്ബോർഡ് ബോക്സിലാക്കി കൊടുക്കണമെന്ന്. മനസ്സിലായില്ലേ? ചില ആൾക്കാരെ പോസ്റ്റ് ഓഫീസ് ചാർജ് കൂടുതലാണെന്നാണ്. അങ്ങനെയില്ല. നമുക്ക് 1 പീസ് 2 പീസിൻ്റെ നല്ല ഓർഡർ കിട്ടുന്നത്. അതായത് ഒരു 10-30ഓളം പോസ്റ്റ് ഓഫീസിൻ്റെ ഓർഡേഴ്സ് കൊണ്ടായിരിക്കും നമ്മളവിടെ പോവുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. സിംഗിൾ പാക്കറ്റിൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. വലിയ പാക്കറ്റുകൾ കൊടുക്കുമ്പോൾ 2 കൂടി അടുപ്പിച്ചിട്ട് സെല്ലോ ടാപ്പ് കൊണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് വേറെ തന്നെ കൊടുക്കണം. അപ്പോൾ വേറെ കൊടുക്കുമ്പോൾ ചാർജ് കൂടിയില്ലേ? ഒറ്റയടിക്ക് പറയുമ്പോൾ കിലോന് 46 രൂപയുള്ളൂ, 30 രൂപയുള്ളൂ, ഇത്ര രൂപ വെച്ചിട്ടേ പോസ്റ്റ് ഓഫീസ് കൂടുള്ളൂ എന്നെല്ലാവരും പറയും. അല്ലെങ്കിൽ പിന്നെ എന്താക്കണം, വലിയ ചാക്കിലൊക്കെ ഇട്ട് റൗണ്ടാക്കി അഡ്രസ്സൊക്കെ എഴുതി അയക്കണം. അതിന് മെനക്കെട്ട് നമ്മൾ ഇരിക്കണം. അതന്നെ, ഞാൻ മെനക്കെട്ട് ഇരിക്കണം. അപ്പോൾ ഒരു മെനക്കേട് ഉണ്ടല്ലോ ഇല്ലേ? പിന്നെ ചാക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ വേറെയും കാര്യമുണ്ട്, സെല്ലോ ടാപ്പ് പറഞ്ഞു പോകാൻ പാടില്ല. പിന്നെ എഴുതിയ അഡ്രസ്സ് വലിയതിൽ എഴുതണം. ഭയങ്കര ഫോർമാലിറ്റി. അത് പറഞ്ഞിട്ട് പിന്നെ അത് കൂടാതെ ഇപ്പം എന്നൊരു അത്യാവശ്യം അയച്ചു, കുറേ റിട്ടേൺ പോയി. ഇതൊക്കെ പോസ്റ്റ് ഓഫീസിൻ്റെ ബില്ലാണ് കേട്ടോ. ഇതൊക്കെ അത്ര അയച്ചു. ഇത് ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് കുട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ടത്. കാരണം ഇതിന് വരുമ്പോൾ വീട്ടിൽ ഫുഡ് വെക്കാൻ ആളുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, വന്ന് 1.5 മണിക്കൂറോളം പോസ്റ്റ് ഓഫീസിലിരുന്ന് തിരിച്ചപ്പോൾ ബാക്കിയെല്ലാം DTDC കൊണ്ടുപോയി അയച്ച്. ഇനിയിപ്പോൾ ഇത് അയച്ച ആൾക്കാർ പറയും, ഇങ്ങോട്ട് ആരാ പോസ്റ്റ് ഓഫീസ് അയക്കാൻ പറഞ്ഞത്, ഇങ്ങോട്ട് DTDC അയക്കാനല്ലേ പറഞ്ഞത് എന്നും ഇപ്പോൾ പറയും. അതെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഹോം ഡെലിവറി ചെയ്തു തരാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ചാർജ് വളരെ കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടില്ല. ഈ നഷ്ടമായിപ്പോയി. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തൽക്കാലം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നു. ബൈ.